ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി പ്രചാരണം നയിച്ചിട്ടും കനത്ത തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് സംഭവിച്ചത്. അതേസമയം എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കാൻ CPM 5 ദിവസത്തെ നേതൃയോഗം ചേരും. 16, 17 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. രാജീവ് വിവരങ്ങളുമായി ചേരുകയാണ്. രാജീവ്, ഇത് CPM പോലൊരു പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നോ തോൽവിയിലേക്ക് പോകുന്നോ എന്നോ മനസ്സിലാക്കാനുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളടക്കം അവർക്കുണ്ട്. അവരുടെ പാർട്ടിയുടെ ഒരു ഘടന എങ്ങനെയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്ര വലിയ കനത്ത തോൽവി നേരിട്ട് എന്നുള്ളതിന് താത്വികമായിട്ടുള്ള മറുപടികൾ വന്നാൽ പോരാ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കം മൗനത്തിലിരിക്കുന്നത്. വീണ, തീർച്ചയായും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാടായിരുന്നു പ്രധാനമായും അന്ന് ഇടതുമുന്നണിക്ക് തിരിച്ചടിയായത്. ഒരു സീറ്റിൽ മാത്രമായി അന്ന് ഇടതുമുന്നണി ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. 19 സീറ്റും നേടിയത് UDF ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും കനത്ത തിരിച്ചടി തന്നെ ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതിൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് പ്രധാനമായും ഈ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തലിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട് ഏതായാലും CPM നേതൃയോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 16 മുതൽ നേതൃയോഗങ്ങൾ CPM-ൻ്റെതായി ആരംഭിക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഏത് വിഷയത്തിലും ഉടൻ തന്നെ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി ഈ പരാജയത്തെക്കുറിച്ച് ഇതുവരെ ഒരു വാർത്താക്കുറിപ്പ് പോലും പുറത്തിറക്കിയിട്ടില്ല. മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തിയത്. ഏതായാലും വലിയ തിരിച്ചടി തന്നെ ഏറ്റുവാങ്ങി എന്ന കാര്യത്തിൽ CPM ആ വിലയിരുത്തലിൽ തന്നെയാണ് ഉള്ളത്. അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്ന വിലയിരുത്തലിലേക്കും CPM നിലവിൽ എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് വലിയ ദൂരത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത്. ആദ്യഘട്ടമായി നവകേരള സദസ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ മണ്ഡലങ്ങളിലും യാത്ര നടത്തുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ചേർന്നുള്ള യാത്ര നടത്തുമ്പോൾ അതിന് പേര് വലിയ ദൂരത്ത് നടന്നു എന്ന പ്രതിപക്ഷവും BJP-യും ഒക്കെ ആരോപിച്ചിരുന്നു. 100 കോടി രൂപയ്ക്കടുത്തെങ്കിലും നവകേരള സദസ്സിനായി ചെലവായി എന്ന കണക്കുകളാണ് ആദ്യഘട്ടത്തിലൊക്കെ പുറത്തേക്ക് വന്നിരുന്നത്. ഏതായാലും ഇതിൻ്റെ പൂർണ്ണമായ കണക്ക് നിയമസഭയിൽ പോലും ഇപ്പോഴും നൽകിയിട്ടില്ല. പക്ഷേ നമ്മൾ തന്നെ നൽകിയ കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രചാരണത്തിന് മാത്രം 20 കോടി രൂപയ്ക്കടുത്താണ് ചെലവഴിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ വലിയ ദൂരത്താണ് നവകേരള സദസ്സിൻ്റെ മറവിലായാലും കേരളീയത്തിൻ്റെ മറവിലായാലും മുഖാമുഖം പരിപാടിയുടെ മറവിലായാലും നടന്നിരിക്കുന്നത്. വിവിധ വകുപ്പുകൾക്ക് നൽകേണ്ട പണം എടുത്ത് ചെലവഴിച്ചുകൊണ്ടായിരുന്നു ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതേസമയം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ ദൂരത്തിനൊപ്പം തന്നെയാണ് സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയമായിരുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 6 മാസമായിരുന്നു. 6 മാസമായി ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ നൽകണമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യമുയർന്നെങ്കിലും സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധനവകുപ്പ് അത് അംഗീകരിച്ചിരുന്നില്ല. ആ രീതിയിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു. കാരുണ്യ പദ്ധതിക്ക് പണം അനുവദിക്കുന്നില്ല. 1500 കോടി രൂപയ്ക്കടുത്താണ് കാരുണ്യ പദ്ധതിക്കായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും നൽകാനുണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് സാധാരണക്കാർക്ക് ചികിത്സ നൽകുന്നത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് കനത്ത മഴയെ നാട് നഗരവും ഒക്കെ വെള്ളക്കെട്ടായി മാറുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. ഈ രീതിയിൽ വലിയ ദൂരത്ത് ഒരു വശത്ത് സംസ്ഥാന സർക്കാരിൻ്റെതായി തുടരുമ്പോഴും സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായും മുടങ്ങുന്നു. അതുപോലെ തന്നെ മറുവശത്ത് കാരുണ്യ പദ്ധതി പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പോലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ഗുണ്ട ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു. തലസ്ഥാന ജില്ലയിൽ പോലും ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ജാമ്യത്തിലിറങ്ങി പിന്നീട് കൊലക്കേസുകളിൽ അവർ ഉൾപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഗുണ്ടകളും പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള അടുത്ത ബന്ധം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് പലതവണ റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും സർക്കാർ അനങ്ങിയിരുന്നില്ല. ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയല്ല മറ്റു ചിലരാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങൾ. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ വേണ്ടി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇടപെട്ടത്. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഈ രീതിയിൽ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളും ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നത്. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് അർഹമായ പണം ഒക്കെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ CPM നേതൃത്വത്തിനുള്ളത്. CPM-ൽ ഒരു ഭാഗത്തിന് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും പരസ്യമായി നമുക്കറിയാം CPM-ലെ സംഘടനാ സംവിധാനത്തിൽ ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യമായ ഒരു ഇടപെടൽ ഒരു ഭാഗം നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ പോലും നടക്കാത്തൊരു അവസ്ഥ CPM-ൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ കാലഹരണപ്പെട്ടു പോയി എന്നെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം CPM-ലേക്ക് വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം രാഹുൽ ഒരു വശത്തൂടെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ കുറച്ച് വോട്ടുകളെങ്കിലും പെട്ടിയിലേക്ക് വന്നു. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് യാത്രകൾ നടത്തുകയും ആവശ്യമില്ലാത്ത ഓരോ
പരിപാടികൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഖജനാവ് ചോർന്നു എന്നുള്ളതിനപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടുമില്ല. ഇതൊക്കെ വ്യക്തമായിരുന്നു, ഇതൊക്കെ ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചർച്ച പോലും സത്യത്തിൽ അസ്ഥാനത്താണ്. കാരണം അവർക്ക് അറിയാമായിരുന്നു ഇത് തോൽവിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി തോൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇനി ജയിക്കാൻ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയും എന്നവർ ചിന്തിക്കുന്നുണ്ടോ? വീണ, നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. അതായത് CPM എന്തെങ്കിലും തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചാൽ പോലും അത് എങ്ങനെ നടപ്പാക്കും എന്ന തരത്തിലുള്ള വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കാരണം ഈ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിയാകും എന്നാണ് CPMന്റെ വിലയിരുത്തൽ. നേരത്തെയും CPM നേതൃത്വം ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതാണ്, ധനവകുപ്പിനെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ എങ്ങനെയും വിതരണം ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിന് തൊട്ടു മുൻപുള്ള ബജറ്റിൽ ഈ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തിയത്. ഇന്ധന സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് അന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഈ ക്ഷേമ പെൻഷനുകളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ശരിയാണ്, ക്ഷേമ പെൻഷനുകളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സംസ്ഥാനത്ത് ഉണ്ട്. ആ ക്ഷേമ പെൻഷനുകൾ ഇനിയെങ്കിലും നൽകിയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കനത്ത തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് CPMനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേമ പെൻഷനുകൾ ഒരു മാസത്തെയെങ്കിലും നൽകണമെന്ന ആവശ്യം CPM മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അങ്ങനെ തന്നെ തുടരുകയാണ്. കടമെടുക്കാനുള്ള അനുമതി 22,000 രൂപ കടമെടുക്കാനുള്ള 22,000 കോടിക്കടുത്ത് കടമെടുക്കാനുള്ള അനുമതി നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിലും ആ കടമെടുത്തുകൊണ്ട് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക സർക്കാരിന് കഴിയില്ല. കാരണം ക്ഷേമ പെൻഷനുകൾ നൽകണമെങ്കിൽ മാത്രം നിലവിലിപ്പോൾ 6,000 കോടിക്കടുത്ത് വേണം. മാത്രമല്ല കാരുണ്യ പദ്ധതി അതുപോലെ തന്നെ KSRTC പെൻഷൻ, ഈ പെൻഷൻ നൽകിയ വകയിൽ സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക, ഇതൊക്കെ നൽകണമെന്നുണ്ടെങ്കിൽ കോടികൾ തന്നെ സർക്കാരിന് വേണം. അത്രയും കടമെടുക്കാനുള്ള അനുമതി അതായത് ലഭിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമൊക്കെ തുടർന്ന് നൽകണമെങ്കിൽ സംസ്ഥാനം വലിയ പ്രതിസന്ധി തന്നെയാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM ഇപ്പോൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ പോലും അത് പൂർണ്ണമായി അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസ്ഥയിലല്ല സംസ്ഥാന സർക്കാരുള്ളത്. മാത്രമല്ല ഇതിനൊപ്പം തന്നെ ദൂർത്തും യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ലോക കേരള സഭയുടെ ഭാഗമായുള്ള വിദേശ സന്ദർശനത്തിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെയും ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു, തൊട്ടു പിന്നാലെ തന്നെ അതിൻ്റെ മേഖലാ സമ്മേളനങ്ങൾ വിദേശത്ത് വെച്ചാണ് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ കുടുംബസമേതം അമേരിക്കയിലേക്ക് പോകുന്നു. പിന്നീട് സൗദിയിൽ വെച്ച് മേഖലാ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയിരുന്നില്ല. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും മേഖലാ സമ്മേളനങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ദൂർത്ത് ഒരു കാരണവശാലും കുറയ്ക്കില്ല എന്ന് തന്നെയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പക്ഷേ CPM മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം ക്ഷേമ പെൻഷനുകൾ നൽകണം, കാരുണ്യ പദ്ധതി അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം കാരുണ്യ പദ്ധതിയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിപ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ചികിത്സ ലഭിക്കുന്നില്ല. അതിന് കാരണമായി സ്വകാര്യ ആശുപത്രികൾ പറയുന്നത് പലതവണയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ധനവകുപ്പിനെ കത്ത് നൽകിയത്, ആരോഗ്യവകുപ്പിനെ കത്ത് നൽകിയത് എത്രയും വേഗം പണം അനുവദിക്കണം. 1,000 കോടി രൂപയ്ക്കടുത്താണ് സ്വകാര്യ ആശുപത്രികൾക്ക് ലഭിക്കാനുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രികളുടെ സംഘടന കത്ത് നൽകിയിട്ടും അതിൽ അനുകൂലമായൊരു നിലപാട് ഇതുവരെ ധനവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാരുണ്യ പദ്ധതിയിൽ ഇപ്പോൾ രോഗികൾക്ക് ചികിത്സ ലഭിക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഭരണതലത്തിൽ ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിലരും സ്വീകരിക്കുന്നു എന്ന വിമർശനവും CPMൽ ശക്തമാണ്. അതും ഈ നേതൃയോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഇടതുമുന്നണിയിൽ യോഗം ചേരുമ്പോൾ CPI ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പ്രധാനമായും ചർച്ചയാകും. വീണ. ഓക്കെ, ശരി രാജീവ്. ഏതായാലും CPM ആദ്യം മുതലേ ഒന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്.